ഈ പുഴയും കടന്നിലണമെങ്കിൽ സ്ഥിതികൾ വീണ്ടും ഗുരുതരമാവുന്നത് കാണാനായിട്ട് കഴിയും. അതായത് വീണ്ടും വിനീതും ഗംഗയും തങ്ങളുടെ അമ്മയെ കാണാനായിട്ട് വരുന്നൊരു കാഴ്ചയുണ്ട്. ഇതേ സമയം ഭാസ്കരനാണെങ്കിൽ എന്തു ചെയ്യുന്നു? സ്വത്തുക്കളൊക്കെ ഈ പ്രാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീലാക്കണമെന്നുള്ള ചിന്തയിലേക്ക് തൻ്റെ ഭാര്യയെ കൊണ്ടുവന്നെത്തിക്കുന്നു. ഇതേ സമയം വിനീതും ഗംഗയും അവിടേക്ക് വന്നെത്തുന്നുണ്ട്. അവർ വന്നെത്തുമ്പോൾ തന്നെ ഭാസ്കരനാണെങ്കിൽ മുടയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. ഇതേ സമയം ഭാസ്കരൻ പറയുന്നുണ്ട്, എനിക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ വേണം, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളത് എഴുതി തരണം എന്ന് പറയുന്നത് കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ നിൻ്റെ അമ്മയെ ഞാൻ ചിലപ്പോൾ ഇല്ലാതാക്കിയെന്ന് വരും എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ആർക്ക്? നമ്മുടെ വിനീതിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഗംഗയൊക്കെ മാറ്റി നിർത്തിയിട്ട് വിനീതാണെങ്കിൽ ഭാസ്കരനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. ഇതേ സമയം പെങ്ങളാണെങ്കിൽ എടാ വിടറാ എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്നെ കൊല്ലടാ, നിൻ്റെ പെങ്ങള് വിധവയായിട്ട് ഈ വീട്ടിൽ നിൽക്കട്ടെടാ, അല്ലെങ്കിലും നിനക്ക് അത് തന്നെയാണല്ലോ ഇഷ്ടം എന്ന് ഭാസ്കരൻ ഒരു സെൻറ്റിമെൻ്റലായിട്ട് ഒരു ഡയലോഗ് അടിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം വിനീതാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? വിട്ടുന്നൊരു കാഴ്ച. തൻ്റെ പെങ്ങളെ ഓർത്ത്, തൻ്റെ സഹോദരിയെ ഓർത്ത് വിനീത് ഭാസ്കരനെ കൂടുതലൊന്നും ചെയ്യുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. കൂടാതെ വിനീത് പറയുന്നുണ്ട്, ഇനി നിൻ്റെ നാക്ക് നീ മര്യാദയ്ക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും എന്ന് പറയുന്നത് കാണാൻ സാധിക്കും പ്രേക്ഷകർ.